പലതരത്തിൽ മീൻ പിടിക്കാം. വലയെറിഞ്ഞും ചൂണ്ടയിട്ടും ഒറ്റാലുകൊണ്ടുമൊക്കെ. ആഫ്രിക്കയിലെ മോറി വർഗ്ഗക്കാർ മീൻ പിടിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. അവർ പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് പിടിക്കേണ്ട മീനിനെ ഇടം കൈകൊണ്ട് പിടിച്ച് അതിൻ്റെ അടിവയറിൽ വലം കൈയിലെ വിരലുകൾ കൊണ്ട് ഇക്കിളിയിടും. നിമിഷങ്ങളോളം. കുറച്ചു നേരം കഴിയുമ്പോൾ ആ മീനിനെ പിടിച്ചുകൊണ്ട് കരയിലേക്ക് പോവുകയും ചെയ്യും. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയം തോന്നി. ഈ ഇക്കിളിയിടുന്ന സമയം കൊണ്ട് ഇവന് മീനിനെ പിടിച്ചുകൊണ്ട് മടങ്ങിയാൽ പോരെ? ഇക്കിളിയിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വഴുതി മാറി നീന്തിക്കൂടായിരുന്നോ ആ മീനുകൾക്ക്? ഒടുവിലൊരു ഉത്തരം എനിക്ക് കിട്ടി. പിടിക്കുന്നതിന് മുൻപ് ഇക്കിളിയുടെ ജീവൻ ലഹരിയുടെ സുഖം ആ മീനിന് പകർന്നു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു ആദിവാസിയായ മോറി വർഗ്ഗക്കാരൻ. പിടികൊടുക്കപ്പെടും എന്നറിയാം എങ്കിൽ പോലും തനിക്ക് ഇക്കിളിയുടെ സുഖം തരുന്ന ആ മോറി വർഗ്ഗക്കാരന് വിധേയത്വത്തോടെ കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ആ മത്സ്യം. അതൊരു പാരസ്പര്യമാണ്. ഞാൻ, ഞങ്ങൾ എന്ന വാക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നമ്മൾ എന്ന വാക്ക് മാത്രമുള്ള ഒരു പാരസ്പര്യം. സ്വാഗതം. ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പവർ. വിജ്ഞാന വീഥികളിൽ മത്സരാർത്ഥികൾക്ക് കാലിടറാതെ വഴി നയിക്കുന്ന നമ്മുടെ നോബിൾ ഗൈഡ് ശ്രീ വി കെ ശ്രീരാമൻ. സ്വാഗതം രാമൻ. സാങ്കേതിക വിദ്യയുടെ സഹായം അവർക്ക് ലഭ്യമാക്കുന്ന IT ഗൈഡ് നിമ്മി. ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി കോഴിക്കോട് ജില്ലയിൽ നിന്നെത്തിയ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ്. ആ വിദ്യാർത്ഥിനിയെ ഹർഷയെ നമുക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ പേര് ഹർഷ സുരേഷ്. ഞാനിപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. GGHSS ബാലുശ്ശേരി എന്ന സ്കൂളിലാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വമേധം എന്ന ഈ പ്രോഗ്രാം എൻ്റെ ചെറുപ്പകാലത്ത് തന്നെയാണ് ഈ പ്രോഗ്രാം മുമ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന റൗണ്ട് എങ്ങനെയാണെന്നോ ഈ വേദിയിൽ നടക്കാൻ പോകുന്ന പരിപാടികൾ എന്തെന്നാണോ എന്നുള്ള ധാരണ എനിക്ക് ഒട്ടുമില്ലതാനും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഹർഷ, വാക്ക് ഇൻ പ്ലീസ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? കോഴിക്കോടാണ് ഓഡിഷന് വന്നത്. കോഴിക്കോട് ഓഡിഷന് വന്നപ്പോൾ മോളൊരു ഗംഭീര സംഗതി ചെയ്തു. ഞാൻ കാണെ എന്ന കവിതയെക്കുറിച്ച് ചോദിച്ചു. അത് എഴുതിയതാരാണ് എന്നറിയാമോ എന്ന് ചോദിച്ചു. അറിയാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും കവിത അറിയാമോ എന്ന് ചോദിച്ചു. അറിയാം എന്ന് പറഞ്ഞു. ചൊല്ലുകയും ചെയ്തു. കേൾക്കട്ടെ. ഒരു കവിത 4 വരി ചൊല്ലുക. പറയൂ നാട്ടിൻ പുറത്തുള്ള മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള പോലാണോ? കൊച്ചുമകൾ ചോദിച്ചു മഞ്ഞദ്രാവകം കുഴൽ വഴി നുണയും നേരം ചിത്രശലഭം പോലെൻ ചാരേ പറയാനാമോ രുചിഭേദങ്ങൾ ഈ അച്ഛനും മകളെ നീയും തമ്മിലിന്നെത്ര മാമ്പഴക്കാലമകലം ശരീരത്തിൽ മനസ്സിൽ രുചിയിലും. കവിതയുടെ പേര് മാമ്പഴക്കാലം അല്ലേ? അറിവിന്റെ മാമ്പഴക്കാലത്തിലേക്ക് ഒരിക്കൽ കൂടി ഹർഷയ്ക്ക് സ്വാഗതം. ഗംഭീരമായിരിക്കുന്നു അല്ലേ രമേട്ട? ഓഫ് കോഴ്സ്. സോ ഹർഷ, ആരംഭിക്കാം. യാഗത്തിലേക്ക് ഹർഷയ്ക്ക് കടക്കാം. മാഞ്ഞു പോകില്ല ഈ കുട്ടികളുടെ ചുണ്ടിലെ പുഞ്ചിരി. വരണ്ടു പോകില്ല അവരുടെ മനസ്സിലെ കവിതയും നന്മയും. യാഗം. ഹർഷ, കവിത നന്നായി ചൊല്ലി. എല്ലാ ഭാഗ്യങ്ങളും നേരുന്നു. ഒരു വിഷയം അവിജ്ഞാന പേടകത്തിൽ നിന്ന് ഹർഷയ്ക്കെടുക്കാം. ആഹാ, ഹർഷ വായിക്കൂ ഉച്ചത്തിലത്. വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം. ഹർഷയ്ക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു വിഷയമാണ്. ശരി, എന്റെ വാചകം ഇതാണ്. തീവണ്ടി മാതൃകയിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതി ടോട്ടോ ചാൻ ജനാലയ്ക്കിൽ നിന്ന പെൺകുട്ടിയാണ്. ശരിയോ തെറ്റോ? ശരി. ശരി എന്നാണ് ഹർഷ പറഞ്ഞത്. ടോട്ടോ ചാൻ എഴുതിയത് കുറയോനഗിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. തെത്സുവോക്ക കുറയോനഗി. ഹർഷ പറഞ്ഞ ഉത്തരം
100% ശരിയാണ്. വെരി ഗുഡ് ഹർഷ. ഇനി മിർ റിയൽട്ടേഴ്സ് സമ്മാനിക്കുന്ന 2500 രൂപയ്ക്ക് വേണ്ടി യാഗത്തിലെ 2ാം റൗണ്ടിലേക്ക് ഹർഷയ്ക്ക് എത്താം. ഓൾ ദി ബെസ്റ്റ്. എന്താണ് വിഷയമെന്ന് തിരഞ്ഞെടുക്കും. അതിർത്തി, ബോർഡർ ലൈൻ അല്ലേ? ശരി. ബെക്കിംഗ്ഹാം കനാൽ ഏതിനൊക്കെ ഇടയിലാണ്? ഒന്നാമത്തെ ഉത്തരം ഇംഗ്ലണ്ടിനും നെതർലൻഡിനും ഇടയിൽ. രണ്ടാമത്തെ ഉത്തരം തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും ഇടയിൽ. ഇംഗ്ലണ്ടിനും നെതർലാൻഡിനും ഇടയിൽ. ഫിക്സ് ചെയ്യാം. ഉറപ്പിക്കാം. 100%. ബെക്കിംഗ്ഹാം എന്ന് കേട്ടാലേ നമുക്ക് ഉറപ്പിക്കാല്ലേ? ഒരു കാര്യം പറയട്ടെ ഹർഷയോട്. വരൂ, ഒരു രഹസ്യം പറഞ്ഞുതരാം. ഹർഷ വളരെ ബ്രില്യൻ്റ് ആയ ഒരു കുട്ടിയാണ്, നന്നായി കവിത ചൊല്ലും. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഹർഷ ആദ്യം വന്നപ്പോൾ ഓഡിഷന് ചൊല്ലിയ കവിത തന്നെ ഹർഷയെ കൊണ്ട് ചൊല്ലിച്ചത് എന്തിനാ? ഇനിയൊരു കവിത കൂടി കേട്ടാലോ എന്ന്. ഒരു കവിത കൂടി കേൾക്കാം. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ, കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. ഹർഷ നന്നായി കവിത ചൊല്ലുന്ന മിടുക്കിയായ ഒരു കുട്ടിയാണ്. ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ജനിക്കുന്നത്. പുതിയ അറിവുകൾ ഇങ്ങനെ നമുക്ക് ഓരോ ദിവസവും ലഭിക്കും. ആ പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ അതൊരു വലിയ നേട്ടമാണ്. അതിനിടയിൽ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചെറിയ നഷ്ടങ്ങൾ മാത്രമാണ്. ഒരറിവ് ലഭിക്കുക എന്ന വലിയ നേട്ടത്തിനിടയിൽ ഹർഷയ്ക്ക് വന്നുപോയ ഒരു ചെറിയ നഷ്ടമാണ് അശ്വമേധത്തിൽ നിന്നുള്ള പുറത്താക്കൽ. ബക്കിംഗ്ഹാം കനാൽ തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും ഇടയിലാണ്, ഇംഗ്ലണ്ടിനും നെതർലാൻഡിനും ഇടയിലല്ല മോളെ. ഇറ്റ് വാസ് വെരി അൺഫോർച്ചുനേറ്റ്. ആൻഡ് നിമ്മി, വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഒന്ന് മാറ്റി പറയൂ എന്നുള്ള താല്പര്യം കൊണ്ടാണ്. ഒന്ന് മാറ്റി പറയാൻ ഞാൻ വീണ്ടും അതെന്തിനാ ചോദിക്കുന്നതെന്ന് ഹർഷ ചിന്തിച്ചു. ഒരു വിഷമവും വേണ്ട മനസ്സിൽ, കാരണം നഷ്ടമായത് ഒരു മത്സരാർത്ഥിത്വം മാത്രം. മനുഷ്യനിർമ്മിതമായ ഈ ബൗദ്ധിക മേഖലയിൽ ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ മത്സരാർത്ഥി പാലക്കാട് ജില്ലയിൽ നിന്നെത്തുന്ന ആദിത്യ നാരായണനാണ്. ഹായ്, ഞാൻ ആദിത്യ നാരായൺ. ഞാൻ പാലക്കാട് റെയിൽവേ കോളേജിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഈ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ കിട്ടിയതിനെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അശ്വമേധം പ്രോഗ്രാമിൽ എനിക്കിപ്പോൾ സമ്മാനത്തുക കിട്ടി വെച്ചാൽ ഞാൻ പാവങ്ങളെ സഹായിക്കണം എന്നാണ്. എനിക്ക് ഒരു വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടികളെ ഒന്ന് സഹായിക്കണം, അതാണ്. പിന്നെ പൈസയ്ക്ക് വേണ്ടിയല്ല, ഒരു അറിവ് കുറച്ചും കൂടി നേടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ ഞാൻ വരുന്നത്. ആദിത്യ നാരായണൻ with bold steps, walk in please. ഓക്കെ, നമ്മൾ പാലക്കാട് ഓഡിഷനിൽ വെച്ചാണ് കണ്ടത്. എന്തൊരു സ്പീഡായിരുന്നു ആദ്യത്തെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ. എന്തൊക്കെയായിരുന്നു ഞാനൊന്ന് ചോദിച്ചത്? ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം, തീയതി, മരിച്ച വർഷം, തീയതി, പിന്നെ സെപ്റ്റംബർ 14 ഏതാ ദിവസം, അങ്ങനെ ഇതെല്ലാം പറഞ്ഞു. മിടുക്കനാണ് ആദിത്യ.
താങ്ക് യു സർ. അറിവുകളുടെ ഈ മേഖലയിൽ ഉള്ളംപടിയൊച്ചകളോടെ ഓടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആദിത്യൻ എന്ന ഈ കുരുന്നു പ്രതിഭയ്ക്ക് യാഗഭൂമിയിലേക്ക് സ്വാഗതം. വിത്തിനെ മഹാവൃക്ഷമാക്കുന്നതും വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്നതും കാറ്റിന്റെ കൈകളിലെടുത്ത് അവയെ എമ്പാടുമായി കുടിയിരുത്തുന്നതും സാക്ഷാൽ ആദിത്യൻ തന്നെയാണ്. ഈ ആദിത്യനോടൊപ്പം നമുക്ക് ആരംഭിക്കാം യാഗം. ആദിത്യൻ, ഓൾ ദ ബെസ്റ്റ്. ഒരു വിഷയം തിരഞ്ഞെടുത്തു. മലയാളം. നോക്കട്ടെ. മലയാളം. ഇംഗ്ലീഷ് എഴുതി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ശരി. ആദിത്യൻ, ഞാൻ പറയുന്നു, ഭാരതീയ ഭാഷകളിൽ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പാലിയൻ ഡ്രോം ആകുന്ന ഏക ഭാഷയാണ് മലയാളം എന്ന്. ശരിയോ തെറ്റോ? പാലിയൻ ഡ്രോം എന്താണ് അല്ലേ? കന്യക ഒരു പാലിയൻ ഡ്രോമാണ്. മോര് തരുമോ ഒരു പാലിയൻ ഡ്രോമാണ്. ഏബിൾ വാസ് ഐ സാ എൽബ എന്ന് നെപ്പോളിയൻ പറഞ്ഞതും ഒരു പാലിയൻ ഡ്രോമാണ്. ഇംഗ്ലീഷിൽ സാറാസ് ഒരു പാലിയൻ ഡ്രോമാണ്. MALAYALAM. ശരി. ശരി. ഞാൻ എന്തിനാണ് അല്ലെങ്കിലും ആദിത്യനോട് ആദ്യമേ ഒരു നുണ പറയുന്നത് എന്നാണ്. ശരിയാണ്. പാലിയൻ ഡ്രോം എന്നാൽ മുന്നോട്ട് വായിച്ചാലും പിന്നോട്ട് വായിച്ചാലും ഒന്ന് തന്നെ വായിക്കാൻ കഴിയുന്ന വാക്കാണ് പാലിയൻ ഡ്രോം. കൺഗ്രാറ്റുലേഷൻസ്. മെർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ സ്വന്തമാക്കിയതിനു ശേഷം രണ്ടാം കടമ്പയിലേക്ക്. രാമായണം. ഇഷ്ടമാണോ രാമായണം? ഇഷ്ടമാണ്. രാജശേഖരൻ, രത്നാകരൻ. രണ്ടുത്തരങ്ങളുണ്ട്. രാമായണം രചിച്ച ആദി കവിയുടെ യഥാർത്ഥ പേരെന്ത്? സർ ഒന്നുകൂടി. രാജശേഖരൻ, രത്നാകരൻ. 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 വാൽമീകിയുടെ യഥാർത്ഥ പേര് രത്നാകരൻ. ശരിയായ ഉത്തരമാണ്. മെർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ സമ്മാനം നേടിയ ആദിത്യൻ പതിയെ മൂന്നാം റൗണ്ടിലേക്ക് പ്രവേശിക്കും. യെസ്, മൂന്നാം റൗണ്ടിലെ വിഷയം തിരഞ്ഞെടുത്തു. കലാരൂപങ്ങൾ. കലാരൂപങ്ങൾ. ശരി. ഇതിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് PK കാളൻ പ്രശസ്തനായത്? ഗദ്ദിക, പടയണി, കഥകളി. PK കാളൻ. PK കാളൻ വയനാടുകാരനാണ്. അദ്ദേഹം കേരളത്തിലെ നാടൻകലാ അക്കാദമിക്ക് സാരഥ്യം വഹിച്ചിട്ടുണ്ട്. സർ ഗദ്ദിക. ഗദ്ദിക എന്ന ഉത്തരം ശരി തന്നെയാണല്ലേ രാമേട്ട? 100% ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആദിത്യൻ. You have won ₹5,000 from Mer Realtors. ഇനി ഒരേ ഒരു ചലഞ്ച്, വെരി ഇമ്പോർട്ടന്റ് ചലഞ്ച്. 10,000 രൂപയ്ക്ക് വേണ്ടി ഒരു ദൃശ്യം. വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. ഇദ്ദേഹം ആരാണ് എന്നൊരു ഐഡിയ ഇല്ല. ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ശരി. ഇദ്ദേഹം ഒരു കളിയിലൂടെ പ്രശസ്തനാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ NS മാധവൻ എന്ന മലയാള എഴുത്തുകാരൻ ഉജ്ജ്വലമായ ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് റെനെ ഹ്യൂഗിറ്റ എന്നാണ്. ഇദ്ദേഹം ഏത് കളിയിലൂടെയാണ് പ്രശസ്തി നേടിയത്? ഇദ്ദേഹത്തിന്റെ സ്കോർപിയോൺ കിക്ക് ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ കിക്കാണ്. ഇദ്ദേഹത്തിന്റെ രാജ്യം കൊളംബിയയാണ്. ഇദ്ദേഹം ഏത് കളിയിലാണ് പ്രശസ്തി നേടിയത്? ഫുട്ബോൾ. ഫുട്ബോൾ. ശരിയായ ഉത്തരമാണ് ആദിത്യനാരായണൻ. കൺഗ്രാറ്റുലേഷൻസ്. ആദിത്യനാരായണൻ യാഗം പൂർത്തിയാക്കി 10,000 രൂപ സ്വന്തമാക്കി. 10,000 രൂപയുമായി പിൻവാങ്ങാനുള്ള അവസരമാണോ അദ്ദേഹം വിനിയോഗിക്കുന്നത്? അതോ ആ കൊച്ചുമിടുക്കൻ 25,000 രൂപയ്ക്ക് വേണ്ടി പോരാടുകയും വിജയിച്ചാൽ 50,000, 1,00,000 തുടങ്ങിയ മേഖലകളിലേക്ക് യാത്ര ചെയ്യാൻ നിർബന്ധിതനാവുകയും ചെയ്യും? പരാജയപ്പെട്ടാൽ 2,500 എന്ന കളത്തിലേക്ക് ഈ ഏണിയും പാമ്പും കളിയിലെ പാമ്പ് ആദിത്യനെ വീഴും.
പക്ഷേ ആദിത്യന്റെ തീരുമാനം സാഹസികമാണോ അതോ പിൻവാങ്ങേണ്ടതാണോ? നോക്കാം. ഞാനും ആകാംക്ഷാകുലനാണ്. ലെറ്റ്സ് കൗണ്ട് ഡൗൺ. Thumbs up, Adityan with brave steps, walk it. ശരി, ഓൾ ദ ബെസ്റ്റ്. ആദ്യം പിൻവാങ്ങുന്നില്ല, മുന്നോട്ട് പോകുന്നു. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടൊരു വിഷയം തിരഞ്ഞെടുക്കൂ. എളുപ്പമുള്ളതാകട്ടെ, ലളിതമായ ഒന്നാകട്ടെ ആദിത്യന് ലഭിക്കും. ആദിത്യൻ എന്നോട് പറയരുത് മനസ്സിൽ ആ വിഷയം കണ്ടെത്തും. ആ വിഷയത്തിൽ നിന്ന് ഒരാളെ വിചാരിക്കാൻ പ്രയാസമുണ്ടോ ആദിത്യന്? നോ. നോ. ധൈര്യമായി വിചാരിക്കാം. അത്താണം എടുക്കാൻ ആദിത്യനെ സഹായിക്കാൻ, ആദിത്യന് മാർഗനിർദ്ദേശം നൽകാൻ ശ്രീ VK ശ്രീരാമൻ തയ്യാറാണ്. സഹായിക്കാൻ IT ഗൈഡ് നിമയും. അവരുടെ അരികിലേക്ക് ചെല്ലും. ഒരു വ്യക്തിയുടെ പേര് വിചാരിക്കും. എനിക്ക് പലപ്പോഴും യെസ് എന്ന് കേൾക്കാനാണ് ഇഷ്ടം. പക്ഷെ വളരെ അപൂർവമാണ് ചില നോകളിൽ നമ്മൾ സന്തോഷിക്കുന്നത്. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ആദിത്യന്റെ ഊർജ്ജം നിറഞ്ഞ ആ നോ കേട്ടപ്പോഴാണ്. ഒരാളിനെ വിചാരിക്കാൻ പ്രയാസമുണ്ടോ? നോ എന്നാണ് ആദിത്യൻ പറഞ്ഞത്. നിറഞ്ഞ പുഞ്ചിരിയുമായി കളിക്കളത്തിൽ ആദിത്യനുണ്ടാകും യജ്ഞം. റെഡി ആദിത്യൻ? യെസ്. എല്ലാം യെസ് ആണ്. രാമേട്ടാ, ഇതുവരെ വന്ന പല മത്സരാർത്ഥികളിലും ഏറ്റവും വേഗത്തിൽ മേഖലയിൽ നിന്ന് ഒരാളിനെ വിചാരിച്ചത് ആദിത്യനാണോ? അതെ, ആദിത്യനാണെങ്കിലും വായുദേവന്റെ വേഗതയാണ്. വായുവിന്റെ വേഗതയാണ് പേര്. ആദിത്യനാണെങ്കിൽ പ്രകാശ വേഗതയും കൂടിയിട്ടുണ്ട്. പ്രകാശ വേഗതയും. ആദിത്യൻ വിചാരിച്ച പേര് അംഗീകരിക്കപ്പെടാവുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും. തീർച്ചയായും. നിമ്മി, ആർ യു റെഡി ടു ഹെൽപ്പ് ഹിം? യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് മോനെ. So, my dearest Adityan. യെസ് സർ. ആദിത്യ നാരായണൻ. ആദിത്യൻ എന്നാൽ സൂര്യൻ. എൻ്റെ മകൻ്റെ പേര് സൂര്യനാരായണൻ എന്നാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ആദിത്യൻ ജയിക്കാൻ എനിക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. റെഡി? യെസ്. ആദിത്യൻ വിചാരിച്ച വ്യക്തി പുരുഷൻ. യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. സാധാരണഗതിയിൽ മരണം? നോ. അല്ല. അല്ല. നോ. ഇന്ത്യൻ? യെസ്. മലയാളി? നോ. 1950 ശേഷം മരണം? നോ. ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം മുൻകൂട്ടി വിചാരിച്ചു അല്ലേ? 1900 ശേഷം മരണം? യെസ്. എട്ടാമത്തെ ചോദ്യം, സൗത്ത് ഇന്ത്യൻ ആണോ? യെസ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണോ അദ്ദേഹത്തിന്റെ ജീവിതം? യെസ്. ആണ്. തമിഴ്നാട്? നോ. കൊല ചെയ്യപ്പെട്ടതാണോ? യെസ്. Was he killed by establishment in any form? വ്യവസ്ഥിതി, അതായത് അധികാരം, ഭരണവർഗം ആണോ അദ്ദേഹത്തെ കൊന്നത്? യെസ്. ആണ് സർ. മിടുക്കൻ. Very good. അദ്ദേഹം ശിക്ഷാവിധിയുടെ ഭാഗമായി തൂക്കിക്കൊല്ലപ്പെടുക, ശിക്ഷിക്കപ്പെടുക, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം? യെസ്. ആണ്. പതിനാലാമത്തെ ചോദ്യം, മരിച്ചപ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു ആദിത്യൻ? യെസ്. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സർ. അദ്ദേഹം മരിച്ചപ്പോൾ 30 വയസ്സിലേറെ പ്രായമുണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഉണ്ടോ? താഴെ താഴെ. 30 വയസ്സിൽ താഴെയാണ്. അതൊരു ലൈഫ് ലൈൻ ആയിരുന്നു. 14ാമത്തെ ചോദ്യം ഒരു ലൈഫ് ലൈൻ. കുഴപ്പമില്ല, ഇനിയുണ്ട് 4 ലൈഫ് ലൈൻ. സോ ഐ ആം റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ നമ്പർ 14. അദ്ദേഹത്തിന്റെ സംസ്ഥാനം കർണാടകമാണ്? നോ. അല്ല. ഗുഡ്. എൻ്റെ 15ാമത്തെ ചോദ്യം,
1925 ശേഷമാണോ അദ്ദേഹം മരിച്ചത്? നോ. അദ്ദേഹം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു രക്തസാക്ഷിയായി അറിയപ്പെടുന്ന ആ വ്യക്തി തൂക്കിലേറ്റപ്പെട്ട ഒരു ആന്ധ്രാപ്രദേശുകാരനാണ്. നോ. 17 ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റാണോ അദ്ദേഹം മരിച്ചത്? യെസ്. తెలుగు వీర లేవరా దీక్షభూని సాగరా ദേശമാത സ്വേച്ഛകോരി തിരുകുപാട്ടു ചെയ്യരാ. അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന ധീരോദാത്തമായ വരികളാണോ ഇത്? നോട്ട് ഷുവർ. അല്ലൂരി സീതാരാമരാജുവിന്റെ ജീവൽ ഗാഥയിലെ വരികളാണിത്. അല്ലൂരിയാണോ മനസ്സിലായി? അതാണ് അല്ലൂരി എന്ന് പറയുമ്പോൾ ഈ വരികളേ ഉള്ളൂ. తెలుగు వీర లేవరా దీక్షభూని సాగరా ദേശമാത സ്വേച്ഛകോരി തിരുകുപാട്ടു ചെയ്യരാ. അല്ലൂരി സീതാരാമരാജുവിനെയാണ് മനസ്സിൽ വിചാരിച്ചത്. മിടുക്കൻ. So that's over. പക്ഷെ അതിലൊന്നും കാര്യമില്ല. മനോഹരമായ സെലക്ഷൻ. അല്ലൂരി സീതാരാമരാജു വിപ്ലവകാരിയായ സ്വാതന്ത്ര്യ സമര സേനാനി. അല്ലൂരി രംഭരാമരാജു, രാമചന്ദ്രരാജു എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. 1986 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ശ്രീ രാജുവിന്റെ ചിത്രത്തോടുകൂടിയ സ്റ്റാമ്പുകൾ പുറത്തിറക്കി. 25,000 രൂപയുടെ മത്സരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് 2,500 തിരികെ വന്നത്. കുഴപ്പമില്ല മോനെ, കോൺഫിഡന്റ് ആയി മത്സരിച്ചു. ഒരു സമ്മാനം കൂടി തന്നോട്ടെ. പാലക്കാട് ജില്ലയിൽ എത്തുന്ന അടുത്ത മത്സരാർത്ഥി ശ്വേത, പ്ലീസ് വാക്ക് ഇൻ. ഹായ്, എൻ്റെ പേര് ശ്വേത. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാടിൽ നിന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ബിരുദം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ SD ASAPൻ്റെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, ASAPൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അതിൽ SDE പറയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, അതിൻ്റെ അപ്പോയിൻമെൻറ്റിന് വെയിറ്റിംഗ് ആണ്. എപ്പോഴും ഓഡീഷൻസ് എപ്പോഴും ഏതൊരു പ്രോഗ്രാമിൻ്റെ ആയിക്കോട്ടെ പാലക്കാട് മിക്കവാറും ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ അശ്വമേധം പാലക്കാടുണ്ട്, NGO ഹാളിലാണ്, തരേക്കാടിലാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എന്തായാലും ഓഡീഷന് പങ്കെടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ചോദിച്ചു, അച്ഛൻ അശ്വമേധത്തിനെ കുറിച്ച് വല്ലതും അറിയോ എന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാനതിൻ്റെ സ്ഥിരം വ്യൂവറായിരുന്നു, നല്ല പ്രോഗ്രാമാണ്, GS പ്രദീപ് സാറിൻ്റെയാണ്, സാറിൻ്റെ കൂടെ പോയിട്ട് സാർ തന്നെയാണ് ഹോസ്റ്റായിട്ട് ഇവിടെ വരുന്നത് ഓഡീഷനെന്ന് അറിഞ്ഞു. അപ്പോൾ സാറിൻ്റെ കൂടെ പോയി 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ പോയി സാറിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി. കുറച്ച് കാര്യങ്ങളൊക്കെ നോളജ് വൈസ് സംസാരിക്കാൻ പറ്റി. അതിന് വലിയ കാര്യമാണ്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹായ് ശ്വേത, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ആണോ? പക്ഷെ കൊച്ചുകുട്ടിയാളുടെ നിഷ്കളങ്കതയാണ് ആ ചിരിയിൽ എപ്പോഴും. ഏതാ സബ്ജക്ട്? ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. കവിത ചൊല്ലും, പാട്ട് പാടും, അങ്ങനെ വല്ലതും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കവിത എഴുതും, പാട്ടുകൾ എഴുതാറുണ്ട്. എഴുതിയ ഒരു കവിതയുടെ 2 വരികൾ പറഞ്ഞു. ഇനിയും വരും മഴക്കാലം മനസ്സിൻ്റെ താപം തണുപ്പിക്കുമെന്നാശിക്കട്ടെ ഞാൻ. ഇനിയും വരും മഴക്കാലം മനസ്സിന്റെ താപം തണുപ്പിക്കട്ടെ എന്നാശിക്കട്ടെ. തണുപ്പിക്കുമെന്നാശിക്കട്ടെ ഞാൻ. ഞാൻ വേണ്ട അല്ലേ? തണുപ്പിക്കുമെന്നാശിക്കട്ടെ. എല്ലാവർക്കും ആശിക്കാം. ശ്വേതയെ കുറിച്ചുള്ള എൻ്റെ ആശ അശ്വമേധത്തിന്റെ വിജയ കിരീടമണിയുന്ന വനിതാ മത്സരാർത്ഥിയായി മാറുക എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. യാഗഭൂമിയിലേക്ക്. മനസ്സിന്റെ ഉൾച്ചൂട് തണുപ്പിക്കാൻ ഒരു മഴ പെയ്യും എന്നാശിക്കുന്നു ശ്വേത എന്ന കവയിത്രി. യാഗം. ശ്വേത, ഓൾ ദി ബെസ്റ്റ്. മെർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള യാഗത്തിലെ ആദ്യ റൗണ്ടിൽ ശ്വേത എന്ത് വിഷയം തിരഞ്ഞെടുക്കുന്നു എന്ന് നോക്കാം. ഗുരു. ടീച്ചർ എന്നതാണ് വിഷയം അല്ലേ? ശ്രീകൃഷ്ണന്റെ ഗുരുവിന്റെ പേര് സന്ദീപനി എന്നാണ്.
ശരിയോ തെറ്റോ? ശരിയാണ് സർ. ശരിയാണ്. അതെ. സന്ദീപനിയുടെ മറ്റൊരു ശിഷ്യന്റെ പേര് പറയാമോ? കുചേലൻ. കുചേലൻ, സുധാമാവുന്ന കുചേലൻ. ശരിയാണ്. തിരികെ നിക്ഷേപം 1000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. 2500 രൂപയുടെ സെക്കൻഡ് ബൗളിലേക്ക് മൂവി. വിവാദങ്ങൾ, കോൺട്രവേഴ്സി. വിവാദങ്ങൾ അഥവാ കോൺട്രോവേഴ്സി. അടിയന്തരാവസ്ഥ കാലത്ത് വളരെയധികം വിവാദമായ നാടകം, വിവാദമായ പ്ലേ, സഞ്ജയ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വളരെയധികം വിവാദ ശബ്ദങ്ങൾ ഉയർത്തിയ പ്ലേ ഞാൻ ഇനി പറയുന്ന രണ്ടെണ്ണത്തിൽ ഏതാണ്? ഒന്ന് രാഷ്ട്രചോർ, വേറൊന്ന് കിസ്സാ കുർസിക്ക. ചോയ്സ് 1 രാഷ്ട്രചോർ, ചോയ്സ് 2 കിസ്സാ കുർസിക്ക. കിസ്സാ കുർസിക്ക ശരിയായ ഉത്തരമാണ് ശ്വേത. കൺഗ്രാറ്റുലേഷൻ. 2500 രൂപ ശ്വേതയ്ക്ക് സ്വന്തം. മൂന്നാം റൗണ്ടിൽ 5000 റുപ്പീസിന്റെ ബോർഡ്. വാക്ക്. ബാങ്ക് എന്ന വാക്ക് ഉണ്ടായത് ബാങ്ക്യൂസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. 3 ഉത്തരങ്ങൾ തരും. ശരിയായ ഉത്തരം കണ്ടെത്തണം. ചെയർ, ബെഞ്ച്, മണി. കസേര, ബെഞ്ച്, പണം. ബെഞ്ച് എന്നാണ്. പണ്ട് കമ്പോളങ്ങളിൽ അതിരാവിലെ ഒരാൾ വന്നിരിക്കും. അയാളാണ് ആ കമ്പോളത്തിലെ കച്ചവടക്കാർക്ക് പണം കൊടുക്കുന്നത്. വൈകുന്നേരമാകുമ്പോൾ കച്ചവടം കഴിയുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ലാഭം കൂട്ടി വാങ്ങി അയാൾ തിരികെ പോകും. ഇപ്പോഴും ഉണ്ട് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ. അയാൾ വന്നിരിക്കുന്നത് നീണ്ട ഒരു ബെഞ്ചിലാണ്. ആ ബെഞ്ചിന് ബാങ്ക്യൂസ് എന്ന പേരാണ്. അതിൽ നിന്നാണ് ബാങ്ക് എന്ന വാക്കുണ്ടായത്. യുവർ ആൻസർ ഈസ് കറക്റ്റ്. ശ്വേത 5000 രൂപയുടെ റൗണ്ടിലും വിജയിച്ച സ്ഥിതിക്ക് നിർണായകമായ ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക്, ദൃശ്യത്തിലേക്ക്. എന്താണ് ഇത്? നിർമ്മിച്ചത് ആരാണ്? ഇതെന്താണ്? ഇതൊരു അഗ്നിശമനിയാണോ? ഇതൊരു ടെലഫോണാണോ? ഇതൊരു റേഡിയോ ആണോ? അതോ ഇതൊരു സൈക്കിൾ? It's a telephone. ഇറ്റ്സ് എ ടെലഫോൺ. നമുക്ക് നോക്കാം. ആ റേഡിയോ ഒന്ന് കാണിച്ചേ. അല്ല, ടെലിഫോൺ തന്നെയാ. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ രൂപം കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ ടെലിഫോണാണ് ആ ചിത്രത്തിൽ കണ്ടത്. ആ ടെലിഫോൺ അലക്സാണ്ടർ ഗ്രഹാം ബെൽ രൂപം കൊടുക്കുകയും തൊട്ടടുത്ത മുറിയിലിരുന്ന തന്റെ സഹായിയായ വാട്സണോട് പറയുകയും ചെയ്ത ആദ്യത്തെ വാക്ക് മിസ്റ്റർ വാട്സൺ, ക്യാൻ യു പ്ലീസ് കം എന്നാണ്. നമ്മുടെ ചോദ്യം അതല്ല, വിൽ ഷീ കം? ശ്വേത മത്സരത്തിലേക്ക് തിരികെ വരുന്നു. കൗണ്ട് ഡൗൺ. Shweta walking with brave steps. So, Shweta ധീരമായി തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ തന്നെ. ശ്വേതയ്ക്ക് ആ ബൗളിൽ നിന്ന് ഒരു വിഷയം എടുക്കാം. അതേത് വിഷയമായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കാം. ജൂറിയുടെ അരികിലേക്ക് ആ വിഷയം മറിച്ചു നോക്കും. വളരെ ബുദ്ധിമുട്ടുണ്ടോ വിചാരിക്കാൻ? ഒരാളുടെ പേര് വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ വിഷയം കൊണ്ട് ജൂറിയുടെ അരികിലേക്ക് പോകും. എന്നോട് പറയരുത് വിഷയം, കേട്ടോ? ശരി. മിടുക്കിയായ ശ്വേത, കവയിത്രിയായ ശ്വേത. വിപരീത സമസ്യയുടെ കവിത യജ്ഞം. ശ്വേത, റെഡി ഫോർ ദ ബാറ്റിൽ? ശ്വേത നിർദ്ദേശിച്ച വ്യക്തിയുടെ പേര് നോബൽ ഗൈഡ് ശ്രീ വി കെ ശ്രീരാമൻ. താങ്കൾ അത് അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. ശ്വേത വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ പറയാൻ വേണ്ടി
ശ്വേതയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ 5 തവണ വരെ ശ്വേതയെ ഈ റൗണ്ടിൽ സഹായിക്കാമെന്ന് IT ഗൈഡ് വാക്ക് കൊടുക്കുന്നു. വെൽക്കം ടു യജ്ഞം. സിദ്ധാ. ശ്വേത, സർ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഒരു ബിഗ് ജോയിന്റ് ഫാമിലിയാണ്. ബിഗ് ജോയിന്റ് ഫാമിലി. അതെ, അച്ഛമ്മ, പിന്നെ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ അച്ഛൻ്റെ 4 സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ എല്ലാവരും ഉണ്ട്. എത്ര പേരുണ്ട് അപ്പൊ വീട്ടിൽ? 15-ൽ കൂടുതൽ. വെരി ഗുഡ്. അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ആധുനിക ലോകത്തിൽ കൂട്ടുകുടുംബത്തിന്റെ സുഖം അനുഭവിച്ചാണ് ശ്വേത വളരുന്നത്. അതെ, എൻ്റെ അമ്മയുടെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലും നിറയെ ആൾക്കാരുണ്ട്. രണ്ടും ജോയിന്റ് ഫാമിലീസ് ആണ്. പണ്ട് ഒരു ചൊല്ലുണ്ട്, ഒരു പഴയ ചൊല്ലുണ്ട്, അരയ്ക്കൊരു കത്തി വേണം, പുരയ്ക്കൊരു മുത്തി വേണം. ആത്മരക്ഷയ്ക്ക് അരയിലൊരു കത്തി വേണം, പുരയിൽ വീട്ടിൽ ഒരു മുത്തശ്ശിയും ഉണ്ടാകും. കഥകൾ പറഞ്ഞു തരാൻ, നന്മ ഉപദേശിച്ചു തരാൻ, തുമ്പപ്പൂവിന്റെ പാഠങ്ങൾ നമുക്ക് നൽകാം, അല്ലേ? തുടങ്ങാം. കോൺഫിഡൻറ്റ്? യെസ്. ശ്വേത, പറയൂ സർ. ശ്വേതയോടുള്ള എൻ്റെ ആദ്യ ചോദ്യം, ശ്വേത വിചാരിച്ചത് ഒരു പുരുഷനെ അതെ. ആണ്. ശ്വേത വിചാരിച്ച വ്യക്തി ഭാരതീയനാണ്. അതെ. ആണ്. അതെ. ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം? ഇല്ല. സാധാരണഗതിയിലാണോ അദ്ദേഹം അന്തരിച്ചത്? അതെ. മലയാളി? അതെ. അതെ. ശ്വേത ചിരിച്ചുകൊണ്ടെല്ലാം അതെ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ. ഞാനും അതെ. അത് ചോദ്യമല്ല കേട്ടോ, അത് കൂട്ടില്ല. ശരി ശ്വേത, 6ാമത്തെ എൻ്റെ ചോദ്യം, 1950 ശേഷമാണോ അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്? അല്ല. അതിനു മുൻപേ മരിച്ചു. അതെ. 1900 ശേഷം? അല്ല. 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 അതിനു മുമ്പേ മരിച്ചു. അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം, രാജാവ്, പടയാളി മുതലായ കൂട്ടം. കല എന്ന് പറഞ്ഞാൽ പെർഫോമേഴ്സും ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളും. സാഹിത്യം, എഴുത്തുകാർ. ഈ വിഭാഗത്തിൽപ്പെട്ടതാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി? അതെ. രാഷ്ട്രീയമാണ്? അല്ല. അല്ല. സാഹിത്യം? അതെ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. എനിക്കും ശ്വേതയ്ക്കും ഇടയിൽ ഇനി 8 ചോദ്യങ്ങളുടെ അവധി. അദ്ദേഹം AD 1700 ശേഷമാണോ മരിച്ചത്? അതെ. ആണ്. ആണ്. കവിതയാണോ അദ്ദേഹത്തിന്റെ പ്രധാന മേഖല? അല്ല. 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 കാവ്യരൂപമേ അല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. കവിതയും ഉണ്ടായിരുന്നു. കവിത ഒട്ടും ആ ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല, പ്രധാനം കവിതയല്ല. അല്ല. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ള മേൽവിലാസം, ഐഡന്റിറ്റി കവിതയല്ലല്ലോ. അല്ല. 1900 മുൻപേ മരിച്ചു എന്നും പറഞ്ഞു. ഉവ്വ്. 1850 ശേഷമാണോ മരിച്ചത്? അതെ. 1880 ശേഷമാണ് മരിച്ചത്? അതെ. നോവൽ, ചെറുകഥ ഇവയിലൊന്നാണ്? അല്ല. വ്യാകരണ സാഹിത്യം, ഏതെങ്കിലും തരത്തിലുള്ള ലെക്സിക്കോഗ്രാഫി, നിഘണ്ടു രചന? ഹാസ്യ സാഹിത്യം, നാടകം ഇവയിലൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി? അല്ല. 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 വെരി ഗുഡ്. പേരിനോടൊപ്പം സമുദായ നാമമോ സ്ഥാനപ്പേരോ ഉണ്ടായിരുന്നു? ഉവ്വ്. ഉവ്വ്. ഉണ്ട് സർ? ഉണ്ട്. ഇനി 2 ചോദ്യങ്ങളുടെ അകലം. കോൺഫിഡന്റ് ആണോ? Yes, sir. 17ാമത്തെ ചോദ്യം, സ്ഥാനപ്പേരോ സമുദായ നാമമോ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ചേർത്താണോ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? അതെ. ആണ്. പക്ഷെ കാവ്യരൂപമല്ല അദ്ദേഹത്തിന്റെ പ്രധാന. പോയം അല്ല, പ്രോസ് തന്നെയാണ്, അതെ. ഗദ്യം തന്നെയാണ്, പദ്യമല്ല പ്രധാനം. അതെ.
എൻ്റെ 18ാമത്തേതും അവസാനത്തേതുമായ ചോദ്യം. ചരിത്ര രചനയോ ജീവശാസ്ത്രപരം സസ്യശാസ്ത്രപരമായ രചനയോ മതപരമായ രചനയോ ആണോ അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന? അല്ല. അല്ല. സർ, can I take a, ലൈഫ് ലൈൻ? ഒരു ലൈഫ് ലൈൻ വേണം. അതല്ല. അപ്പൊ 18ാമത്തെ ചോദ്യം എനിക്ക് ഇപ്പോഴും അവശേഷിക്കുന്നു അല്ലേ? പക്ഷെ 18ാമത്തെ അവസാനത്തെ ചോദ്യത്തിൽ മാത്രമേ ലൈഫ് ലൈൻ എടുത്തുള്ളൂ. സോ ഐ ക്യാൻ റിപ്പീറ്റ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തോമാ കത്തനാരെ പോലെയോ കൊച്ചിപ്പൻ തരകനെ പോലെയോ ഒന്നും ഒരാളല്ല എന്ന് മനസ്സിലായി ഈ ഉത്തരങ്ങളിൽ. വെരി ഗുഡ്. അവസാനത്തെ ചോദ്യം, വൈദ്യവുമായോ ജ്യോതിഷവുമായോ തർജ്ജമ ട്രാൻസ്ലേഷനുമായോ ബന്ധപ്പെട്ട ഒന്നാണോ അദ്ദേഹത്തിന്റെ പ്രധാന രചന? അതെ. ആണ് സർ? ആണ്. പറയൂ ശ്വേത, ആരെയാ വിചാരിച്ചത്? വൈക്കത്ത് പാച്ചുമൂത്ത്. വൈക്കത്ത് പാച്ചുമൂത്തതിനെയാണ് വിചാരിച്ചത്. വൈക്കത്ത് പാച്ചുമൂത്തത് മലയാളിയുടെ പ്രിയങ്കരനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ TN ഗോപകുമാറിന്റെ മുത്തച്ഛനായ വൈക്കത്ത് പാച്ചുമൂത്തത്. മഹാനായ പണ്ഡിതൻ, സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം. വൈക്കത്ത് പാച്ചുമൂത്തതിനെയാണ് അദ്ദേഹമാണ് മലയാളത്തിൽ ആദ്യമായി ആത്മകഥയും ആദ്യത്തെ ബാലസാഹിത്യ കൃതിയും എല്ലാം രചിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ പാലക്കാടും തൃശ്ശൂരും കിടന്ന് കളിച്ചു. ശ്വേത പാലക്കാട് നിന്ന് വന്നതുകൊണ്ട്. വൈക്കത്ത് പാച്ചുമൂത്തത്. വൈക്കത്ത് പരമേശ്വര ശിവദ്വിജ എന്ന വൈക്കത്ത് പാച്ചുമൂത്തത് തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന ആയുർവേദ, സംസ്കൃത, മലയാള ചരിത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ആയുർവേദ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പിന്നീട് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ആയുർവേദ കോളേജായി മാറിയത്. കൺഗ്രാറ്റുലേഷൻസ് ശ്വേത. ഇടവേള കഴിയുമ്പോൾ ശ്വേത 50,000 രൂപയുടെ മത്സരത്തിലേക്ക് കടക്കുന്നു. ഇക്കുറി വിചാരിക്കേണ്ടത് വ്യക്തിയല്ല, ഒരു സംഭവമാണ്. ശ്വേത ഇനി മനസ്സിലോർമ്മിക്കുന്നത് ഒരു സംഭവമാണ്. സംഭവബഹുലമായ ഈ വിശ്വത്തിലെങ്ങോ എവിടെയോ നടന്ന ഒരു സംഭവം. യജ്ഞം റൗണ്ട് 2. പാച്ചുമൂത്തതിനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ആദ്യ റൗണ്ടിൽ യജ്ഞം പൂർത്തിയാക്കിയ ശ്വേത 2ാം റൗണ്ടിൽ വിചാരിച്ച സംഭവം അംഗീകരിക്കപ്പെടാവുന്ന ഒരു സംഭവം തന്നെയാണ് സർ. തീർച്ചയായും ആ സംഭവത്തിൽ 6 തവണ, 5 തവണയല്ല 6 തവണ ശ്വേതയെ സഹായിക്കാൻ കമ്പ്യൂട്ടർ തയ്യാറാണോ? തയ്യാറാണ്. തയ്യാറാണ്. IT ഗൈഡ് തയ്യാറാണ്. Sit down. സോ മിടുക്കിക്കുട്ടി, ശ്വേതയുടെ ഈ പുഞ്ചിരിയാണ് ശ്വേതയുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ മിടുക്ക്. ശരി, ഓൾ ദി ബെസ്റ്റ്. ശ്വേത വിചാരിച്ചത് നല്ലതെന്നോ ചീത്തയെന്നോ കൃത്യമായി, നല്ലതെന്നോ മോശമെന്നോ കൃത്യമായി വേർതിരിച്ച് പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ആണ്. നല്ല സംഭവമാണോ? അല്ല. അല്ല. 3ാമത്തെ ചോദ്യം, ഇന്ത്യയിലാണോ നടന്നത്? അതെ. ആണ്. 1950 ശേഷം? അതെ. 2000 ശേഷം? അതെ. 2010 ശേഷം? അല്ല. 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 ദക്ഷിണേന്ത്യയിലാണോ നടന്നത്? സൗത്ത് ഇന്ത്യയിൽ? യെസ്. അതെ. ഒരിടത്ത് നടന്ന സംഭവമാണെങ്കിൽ ഇന്ത്യയിൽ നടന്നു എന്ന് പറയാവൂ. ഒരൊറ്റ സ്ഥലത്ത് നടന്ന സംഭവമാണോ? Sir, can I take a lifeline? You can seek a lifeline. Sir, is it an incident which happened in a single place? അല്ല. അത് ഒരു വ്യക്തിയോ ഒന്നിൽ കൂടുതൽ വ്യക്തികളോ ചേർന്ന് നടത്തിയ ഒരു സംഭവമാണോ? അല്ല. 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 ആ സംഭവം നടന്നത് ഈസ്റ്റാർ മരങ്ങൾ ഇലകൾ പോലെ മഞ്ഞു കൊഴിക്കുന്ന ഒരു ഡിസംബർ മാസത്തിലാണോ? അതെ. 2005 മുൻപെയാണ്? അതെ. 2003 മുൻപെയാണ്? അല്ല. 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 2003 ശേഷമാണോ? അതെ.
ആണ് സർ. 2003 ശേഷം തന്നെയാണ്. അല്ലേ? ആണോ? അതെ അതെ. എന്നാൽ 2005 മുമ്പ് അല്ലേ? ആ സംഭവം ടി എന്ന അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത്? അതെ. ആണ്. ആണ്. ആ സംഭവത്തിന്റെ വിദൂര ബന്ധുക്കളാണോ റീത്തയും കത്രീനയും? Sure. അതെ. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിസ്വരായ ഒട്ടനവധി മനുഷ്യരെ മാത്രമല്ല, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളെ കൂടി ആ സംഭവം അപ്രത്യക്ഷമാക്കി. യെസ്. വേളാങ്കണ്ണിയിലെ വിശുദ്ധമായ ദേവാലയത്തിനകത്ത് ആ സംഭവം നടന്നപ്പോൾ ഒരുപാട് പേർ സുരക്ഷിത താവളം തേടി കയറിപ്പറ്റി. യെസ്. അതെ. നമ്മുടെ ഒരു അയൽപക്ക സംസ്ഥാനത്തിലെ ഭാഷയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കലാസൃഷ്ടിയുടെ ക്ലൈമാക്സ് ആ സംഭവത്തിലൂടെ ചിത്രീകരിക്കപ്പെട്ടു. അതിന് ലൈഫ് ലൈൻ ചോദിക്കേണ്ട, കാരണം അതൊരു വല്ലാത്തൊരു വൃത്തികെട്ട ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, അറിയില്ല സർ. അറിയില്ല. എന്നാലും ഒരാൾ 10 വേഷത്തിലേക്ക് അഭിനയിച്ച ഒരു സിനിമയുടെ പേര് മറക്കോ? കൃത്യം ഒരു ദശാബ്ദത്തിന് മുൻപ് ലോകമനസാക്ഷിയെ ആകെ ഞെട്ടിച്ച, ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയ, ഒരുപാട് സ്ഥലങ്ങൾ അപ്രത്യക്ഷമാക്കിയ, ഒരുപാട് കുടുംബങ്ങളെ അനാഥമാക്കിയ, സമുദ്ര അഗാധതയിൽ നിന്ന് ജനിച്ച് മനുഷ്യജീവിതം ദുഷ്കരമാക്കി മാറ്റിയ സുനാമിയാണ് ശ്വേതയുടെ മനസ്സിൽ. ശരിയല്ലേ? ശരിയാണ് സർ. 2004 ഇന്ത്യൻ മഹാസമുദ്ര ഭൂകമ്പവും സുനാമിയും. ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത് 2004 ഡിസംബർ 26 കടലിനടിയിൽ വെച്ചുണ്ടായ മെഗാത്രസ്റ്റ് ഭൂകമ്പമാണ് 2004 ഭൂകമ്പം. ഇതുമൂലമുണ്ടായ സുനാമി ദക്ഷിണേന്ത്യൻ സുനാമി, ഇന്തോനേഷ്യൻ സുനാമി, ബോക്സിംഗ് ദിന സുനാമി എന്നിങ്ങനെ പല പേരുകളും നൽകിയിട്ടുണ്ട്. സോ പാലക്കാട് നിന്നെത്തി യാഗം വിജയകരമായി പൂർത്തിയാക്കി. യജ്ഞം ആദ്യ റൗണ്ടിൽ വിജയിച്ചു. 2ാം റൗണ്ടിൽ ഒന്ന് കാലിടറി എങ്കിലും നന്നായി മത്സരിക്കാൻ കഴിഞ്ഞു. ഹാപ്പി? യെസ്. അപ്പോൾ വീട്ടിലുള്ള 15 പേരെയും അന്വേഷണം അറിയിക്കണം. കൂട്ടുകുടുംബത്തിന്റെ മാധുര്യവുമായി വീണ്ടും കാണാം. ജീവിതത്തിൽ സുനാമികൾ നേരിടുന്നവരാണ് നമ്മൾ. കടലിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുനാമികൾ മാത്രമല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നമുക്ക് നേരെ പറയുന്ന ഒരു വാക്കുപോലും ഉണ്ടാക്കും നമ്മുടെ മനസ്സിന്റെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അടക്കാനാകാത്ത ഒരു സുനാമി. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം GS.